Alhamdulillah, Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. ഇനി നമുക്ക് സൂറത്തുൽ അംഫാലിലെ 74-ാമത്തെ സൂക്തമാണ് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന ആമനൂ വഹാജറൂ വജാഹദൂ ഫീ സബീലില്ലാഹി വല്ലദീന ആവൗ വനസറൂ ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖൻ ലഹും മഗ്ഫിറത്തുൻ വറിസ്ഖുൻ കരീം. വല്ലദീന ആമനൂ, സത്യവിശ്വാസം കൈക്കൊണ്ടവരും, വഹാജറൂ, ദേശത്യാഗം ചെയ്തവരും, സത്യവിശ്വാസത്തിൻ്റെ സംരക്ഷണാർത്ഥം നാട് വെടിഞ്ഞവരും, വജാഹദൂ, സമരം ചെയ്തവരും, ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ, വല്ലദീന ആവൗ, അഭയം കൊടുത്തവരും, വനസറൂ, സഹായിച്ചവരും, ഉലൈക ഹും, അവർ തന്നെയാണ് അൽ മുഅ്മിനൂന, സത്യവിശ്വാസികൾ, ഹഖ്ഖൻ, സത്യമായും അല്ലെങ്കിൽ യാഥാർത്ഥ്യമായും, ലഹും, അവർക്കുണ്ട്, മഗ്ഫിറത്തുൻ, പാപമോചനം, വറിസ്ഖുൻ കരീം, മാന്യമായ മഹത്തരമായ വിഭവങ്ങളുമുണ്ട്. ഒന്നുകൂടെ അർത്ഥം പറയാം. വല്ലദീന ആമനു, സത്യവിശ്വാസം കൈക്കൊള്ളുകയും, വഹാജറു, ആയതിൻ്റെ പേരിൽ ദേശത്യാഗം ചെയ്യുകയും, വജാഹദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ സമരത്തിൽ ഏർപ്പെടുകയും ചെയ്തവരും, വല്ലദീന ആവൗ, അവർക്ക് അഭയം നൽകുകയും, ദേശത്യാഗം ചെയ്ത് ചെന്ന മക്കക്കാർക്ക് ആവശ്യമായ സൗകര്യങ്ങളും സഹായങ്ങളും നൽകി അഭയം നൽകുകയും, അതാണ് ആവൗ, അഭയം നൽകുകയും, വനസറു, അവരെ സഹായിക്കുകയും ചെയ്തവരും, ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖൻ, അവർ തന്നെയാകുന്നു യഥാർത്ഥ സത്യവിശ്വാസികൾ, ലഹും മഗ്ഫിറത്തുൻ വറിസ്ഖുൻ കരീം, അവർക്ക് പാപമോചനവും മഹത്തായ വിഭവങ്ങളുമുണ്ട്. സൂറത്തുൽ അംഫാലിൻ്റെ 74-ാമത്തെ സൂക്തം. ഹിജ്റയും ജിഹാദും മുഹാജിറുകളെ സംരക്ഷിച്ചതും അല്ലെങ്കിൽ മുഹാജിറുകളുടെ സംരക്ഷണവും അതൊക്കെ സത്യവിശ്വാസത്തിൻ്റെ മാറ്റു പരിശോധിക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. സത്യം ഉൾക്കൊണ്ട്, ധർമ്മം ഉൾക്കൊണ്ട് ആയതിന് വേണ്ടി അധ്വാനിക്കുക, അതാണല്ലോ സത്യവിശ്വാസത്തിൻ്റെ പൊരുള്. മുഅ്മിനാണ്, മുസ്ലിമാണ് എന്ന് അവകാശപ്പെടുന്നതിലല്ല കാര്യം, മറിച്ച് ഈമാൻ അനുസരിച്ച്, ഇസ്ലാം അനുസരിച്ച് ജീവിതത്തിൽ സത്യധർമ്മങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. ആയതിൻ്റെ പ്രബോധനത്തിന്, പ്രചരണത്തിന്, അതിൻ്റെ പ്രയോഗവൽക്കരണത്തിന് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുക. അത് അല്ലാഹു വിശ്വാസികളെ ഏൽപ്പിച്ച ബാധ്യത കൂടിയാണ്. സൂറത്ത് തൗബയിലെ 111-ാമത്തെ സൂക്തം, അത് നമ്മൾ ഇതിൻ്റെ കൂടെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. നമ്മൾ ഇനി അടുത്ത സൂക്തം അതാണല്ലോ, അടുത്ത സൂറ അതാണ്. ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം പകരമായി നൽകാമെന്ന അടിസ്ഥാനത്തിൽ വിശ്വാസികളിൽ നിന്ന് അവരുടെ ജീവനുകളെയും സമ്പത്തുകളെയും അല്ലാഹു തആല വിലക്ക് വാങ്ങി. ഇന്നല്ലാഹ അശ്തറാ, അല്ലാഹു തആല വിലക്ക് വാങ്ങി, മിനൽ മുഅ്മിനീന, വിശ്വാസികളിൽ നിന്ന്, അൻഫുസഹും, അവരുടെ ജീവനുകളെ അല്ലെങ്കിൽ അവരുടെ ജീവിതങ്ങളെ, അവരെ തന്നെ നർത്തം, മനുഷ്യൻ്റെ ശരീരത്തെ, മനുഷ്യൻ്റെ ജീവിതത്തെ, മനുഷ്യൻ്റെ ജീവനെ അല്ലാഹു തആല വിലക്ക് വാങ്ങി. വഅംവാലഹും, അവരുടെ മുതലുകളെയും, ബിഅന്ന ലഹുമുൽ ജന്ന, അവർക്ക് സ്വർഗം ഉണ്ട് എന്ന സ്വർഗം പകരം നൽകിക്കൊണ്ട്, ബിഅന്ന ലഹുമുൽ ജന്ന, അവർക്ക് സ്വർഗമുണ്ടെന്ന വാഗ്ദാനം നൽകിക്കൊണ്ട്,
വിശ്വാസികളിൽ നിന്ന് അല്ലാഹു തആല വിലക്ക് വാങ്ങിയിട്ടുണ്ട്, അവരുടെ ജീവിതവും അവരുടെ മുതലും. യുഖാത്തിലൂന ഫീ സബീലിൽ, അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യും. ഫയഖുത്തുലൂൻ, ചിലപ്പോൾ കൊല്ലപ്പെടും. ഫയഖുത്തുലൂൻ, ചിലപ്പോൾ അവർ കൊല്ലും. വയുഖുത്തലൂൻ, ചിലപ്പോൾ കൊല്ലപ്പെടും. വഅദൻ അലൈഹി ഹഖൻ, അത് അള്ളാഹുവിൻ്റെ സാക്ഷാൽ കരാറാണ്. തൗറാത്തി വൽ ഇൻജീലി വൽ ഖുർആൻ, അത് തൗറാത്തിലും ഇൻജീലിലും ഖുർആനിലുമുണ്ട്. വമൻ ഔഫ ബി അഹദിഹി മിനല്ലാഹ്, അള്ളാഹുവിനേക്കാൾ തൻ്റെ കരാർ പാലിക്കുന്നവർ പിന്നെ ആരാണുള്ളത്? ഫസ്തബശിറു ബിബൈഇക്കും, ആയതിനാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഈ കച്ചവട കരാറിൽ സന്തോഷിക്കുക. അല്ലാതെ ബായഅത്തും ബിഹി, നിങ്ങൾ അതിലാണല്ലോ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്, ആ കരാറിൽ നിങ്ങൾ സന്തോഷിക്കുക. വദാലിക ഹുവൽ ഫൗസുൽ അലീം, അതത്രേ വലിയ മഹത്തായ വിജയം. ഇപ്പോൾ സൂറത്തു തൗബയിൽ അല്ലാഹു തആല സൂചിപ്പിക്കുന്നത് സ്വർഗം നൽകാം നിങ്ങൾക്ക്, ആയതിന് നിങ്ങളുടെ ജീവനും നിങ്ങളുടെ മുതലും, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരങ്ങളും നിങ്ങളുടെ മുതലുകളും എനിക്ക് തരണം. അപ്പോൾ നമ്മുടെ ജീവിതം അത് അള്ളാഹ് തന്നതാണ്, അത് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിക്കാനുള്ളതാണ്. ഇവിടെ മുതൽ അത് അള്ളാഹ് തന്നതാണ്, അത് അവൻ്റെ ഇഷ്ടത്തിന് സമർപ്പിക്കാനുള്ളതാണ് എന്നതാണ് ചുരുക്കത്തിൽ ഇതിൻ്റെ പൊരുൾ. ഈ സൂചന തന്നെയാണ് നമ്മൾ സൂറത്തു അംഫാലിലെ അവസാനത്തെ സൂക്തം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ മടിയുണ്ടാകാൻ പാടില്ല. അതാണല്ലോ വിശ്വസിക്കുകയും ഹിജ്റ ചെയ്യുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അധ്വാനിക്കുകയും ജിഹാദ് ചെയ്യാം. വല്ലദീന ആവൗ, അവർക്ക് അഭയം നൽകുക. വനസറു, സഹായിക്ക. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖ, അവരാണ് സാക്ഷാൽ മുഅ്മിനുകൾ. എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ജീവൻ പ്രശ്നമായില്ല, അവരുടെ സമ്പത്ത് പ്രശ്നമാകുന്നില്ല, അവരുടെ ദേശം പ്രശ്നമാകുന്നില്ല. അവർക്ക് തങ്ങളുടെ ആദർശത്തിൻ്റെ സംരക്ഷണമാണ് വിഷയം. അവർക്ക് അവരുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ചേരുക എന്നുള്ളതാണ് വിഷയം. അടുത്ത സൂക്തവും ഇതുമായി ബന്ധപ്പെട്ടതാണ്. ബാക്കി നമുക്ക് അവിടുന്ന് പറയാം ഇൻഷാ അല്ലാഹ്. ഇതൊന്നുകൂടെ അർത്ഥം പറഞ്ഞാൽ വ്യക്തമാകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സൂറത്ത് നിസായിലെ 100-ാമത്തെ സൂക്തവും ഇതിൻ്റെ കൂടെ ഒന്ന് വായിച്ച് നോക്കുന്നത് നല്ലതാണ്. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ബാക്കി നമുക്ക് പിന്നെ അടുത്ത സൂക്തം പറയുമ്പോഴും ബാക്കി മനസ്സിലാക്കുക. ഇത് രണ്ടും ഈ സൂറയുടെ സമാപന സൂക്തങ്ങളാണ്. വല്ലദീന ആമനു, വിശ്വസിച്ചവരും, വഹാജറു, ഹിജറ ചെയ്തവരും, വജാഹദു ഫീ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പൊരുതിയവരും, വല്ലദീന ആവൗ, അത്തരം ആളുകൾക്ക് അഭയം കൊടുത്തവരും, വനസറു, സഹായിച്ചവരും, ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖ, അവരാണ് സാക്ഷാൽ മുഅ്മിനുകൾ, അവരാണ് യഥാർത്ഥത്തിൽ മുഅ്മിനുകൾ, വിശ്വാസികൾ. ലഹും, അവർക്കുണ്ട്, മഗ്ഫിറത്തുൻ, പാപമുക്തിയുണ്ട്, പാപമോചനമുണ്ട്, വറിസ്ഖുൻ കരീം, മഹത്തായ മാന്യമായ വിഭവമുണ്ട്. രണ്ടും പരലോകവുമായി ബന്ധപ്പെട്ടതാണ്. ദുനിയാവിൽ അവർക്ക് സുഖാസ്വാദ്യതകളൊന്നും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലെങ്കിലും അവരുടെ പാപമോചനത്തോടനുബന്ധിച്ച് റിസ്ഖുൻ കരീം എന്ന് പറയുമ്പോൾ അല്ലാഹു തആല സ്വർഗ്ഗലോകത്തിൽ അവർക്ക് വേണ്ടി തയ്യാറാക്കുന്ന, അവർക്ക് വേണ്ടി ഒരുക്കി വെക്കുന്ന സുഖ അനുഭൂതികളെ സംബന്ധിച്ചാണ് സൂചന എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ മാർഗത്തിൽ അധ്വാനിക്കുന്ന, അവൻ്റെ മാർഗത്തിൽ ജീവിച്ച് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.